ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിൽ കിൽ നമ്മുടെ സർവ്വ കലകളെയും ആശാൻ അടിച്ചുകൊണ്ട് പോകും. ദിസ് വിൽ കിൽ അസ്. ബിക്കോസ് ഇതൊക്കെ ഉണ്ടായതും ഈ രാഗം ഉണ്ടായതും എല്ലാം മനുഷ്യൻ്റെ ബ്രെയിനിൻ്റെ റിയാക്ഷനാണ്, റിസൾട്ടാണ്. അത് വേണ്ടെന്ന് വെച്ചാൽ പോയി. പക്ഷേ ഇനി ഓമനപ്പേരൊക്കെ പറയുന്ന മണ്ടത്തരമാണ്. ട്രെൻഡ്, എന്താണ് കവർ എന്നൊക്കെയാണ്. കവർ അയക്കാൻ ചവറെന്നും പറയാം. കമ്പ്യൂട്ടറൈസേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. ദാറ്റ്സ് വെരി ഡേഞ്ചറസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിൽ കിൽ നമ്മുടെ സർവ്വ കലകളെയും ആശാൻ അടിച്ചുകൊണ്ട് പോകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനെപ്പോഴും പറയുന്നതാണിത്. മനുഷ്യൻ എത്രയോ 1000 വർഷങ്ങൾ കൊണ്ടാണ് ഇപ്പം നമ്മുടെ ഇപ്പോൾ ഈ ലെവലിൽ മ്യൂസിക് ഉണ്ടാക്കുന്നത്. ഉദാഹരണത്തിന് ഒരു ഫ്ലൂട്ട് എവിടെ നിന്നുണ്ടായി? എത്രയോ വർഷം മുമ്പ് ആരോ കണ്ടുപിടിച്ചു. ഒരു എന്താ ആ ഭ്രമരം, എന്താണ് പറയുന്നത്, വണ്ട് പോയി മുളയെ തിന്ന് ഓട്ടയുണ്ടാക്കി. അപ്പോൾ അതിൽ കൂടി കാറ്റ് പോയപ്പോൾ എന്നുള്ള സ്വരം വന്നു. ഇതാരോ കേട്ടു, ചേട്ടാ അങ്ങനെയാണെങ്കിൽ എനിക്കും ഉണ്ടാക്കാമല്ലോ. ഒരു കഷ്ണം മുറിച്ചിട്ട് അയാളും തുളയുണ്ടാക്കിയിട്ട് ഊതി. അങ്ങനെ ഓരോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റും മനുഷ്യൻ കണ്ടുപിടിച്ച് ഇവിടം വരും. ഉദാഹരണത്തിന് ഞാൻ പറയുന്ന ഒരു നല്ല ഉദാഹരണം, ഈ സാരംഗി എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലേ. എന്താ സാരംഗി എന്ന് പറഞ്ഞ ഒരു മരത്തിൻ്റെ തടി, അതാണ് അതിൻ്റെ മെയിൻ ബോഡി. കുറച്ച് അതിൻ്റെ അകത്ത് നിന്ന് എന്താ പറയുന്നത്, കാർവ് ചെയ്ത് മാറ്റും. അപ്പം അതിൻ്റെ മുകളിൽ പിന്നെ ആടിൻ്റെ തോല് ഉണക്കി പിടിപ്പിച്ചിരിക്കും. അതിൻ്റെ മുകളിലാണ് സ്ട്രിങ്സ് പിടിപ്പിക്കുന്നത്. ഈ സ്ട്രിങ്സ് എന്താ, മെറ്റാലിക് സ്ട്രിങ്സ് അല്ല, ആടിൻ്റെ കുടൽ ഉണക്കി പിരിച്ച് കയറ് പോലെ ആക്കിയിരിക്കുന്നതാണ് ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ കൂടി വലിക്കുന്ന ആ സാധനം എന്താ, കുതിരയുടെ വാലിലുള്ള ആരോമമില്ല, അതെടുത്ത്. അപ്പം ഇങ്ങനെ നേച്ചറിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ എടുത്ത് നമ്മൾക്ക് സന്തോഷം തരുന്ന സ്വരങ്ങൾ നമ്മൾ ഹ്യൂമൻ വോയിസിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് പോലെ ആക്കിയെടുക്കുന്ന പ്രവണത തുടങ്ങിയിട്ട് എത്രയോ 1000 വർഷങ്ങളായി. നമ്മൾ അതിങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വന്നിട്ട് ഇപ്പോൾ പറയുകയാണ് ഇതൊന്നും വേണ്ട, വിട്ടേക്കുക, നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാം ഫീഡ് ചെയ്തിട്ട് ഒരു ബട്ടണിൽ കുത്തിയിട്ട് കൈയും കെട്ടി നിന്നാൽ മതി. ദിസ് വിൽ കിൽ അസ്. ബിക്കോസ് ഇതൊക്കെ ഉണ്ടായതും ഈ രാഗം ഉണ്ടായതും എല്ലാം മനുഷ്യൻ്റെ ബ്രെയിനിൻ്റെ റിയാക്ഷനാണ്, റിസൾട്ടാണ്. അത് വേണ്ടെന്ന് വെച്ചാൽ പോയി. ദെൻ വി വിൽ നോട്ട് ബി ഹ്യൂമൻസ് എനിമോർ. ഇറ്റ് വിൽ ഗോ. അപ്പോൾ നമുക്ക് പിന്നെ വേറൊരു പ്രശ്നം ഇന്ത്യയിലുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇലക്ട്രോണിക്സ് എടുക്കുക. ഇലക്ട്രോണിക്സ് ക്യാൻ മേക്ക് അവർ ലൈഫ് എ ലിറ്റിൽ ഈസിയർ. നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാതെ ഇലക്ട്രോണിക്സിനെ കൊണ്ട് ജോലി എടുപ്പിക്കും. ഞങ്ങൾ പറയാം, ഇപ്പോൾ സിനിമാക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ, പ്രൊഡ്യൂസേഴ്സ് ആദ്യം തന്നെ എന്നോട് മഞ്ഞിൽ പിരിഞ്ഞ പൂക്കൾ കഴിഞ്ഞിട്ട് ഒരു പടം എടുത്ത്, ഈ എന്താണ് കാട്ടുപോത്തുന്നാണ് പടം എടുത്തപ്പോൾ ആ പ്രൊഡ്യൂസർ ആദ്യം വന്ന് എന്നോട് പറയുന്നത്, വയലിൻ വേണ്ടട്ടോ. എന്താ കാര്യം? ഒരു വയലിൻ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു 10-12 വയലിനെങ്കിലും വേണം. ഇപ്പോൾ ഒരു വയലിനിസ്റ്റിന് ഇത്രയും കാശ് കൊടുക്കണം, അത്രയും കാശ് കൊടുക്കണ്ട, അപ്പോൾ വയലിൻ വേണ്ട. അങ്ങനെ അപ്പോൾ വയലിൻ വേണമെങ്കിൽ അതിന് പകരം ഏതെങ്കിലും വേറൊരു ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ നാച്ചുറൽ എബിലിറ്റിയെ നന്നാക്കാൻ ഇലക്ട്രോണിക്സ് ഉപയോഗിക്കാതെ ഇലക്ട്രോണിക്സ് ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഹാർഡ് വർക്ക് ഇല്ലാതെ ആക്കുക. അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്തയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഉദാഹരണത്തിന് യൂറോപ്പിൽ അവരിപ്പോഴും കുട്ടികളെ പിയാനോ ആണ് പഠിപ്പിക്കുന്നത്. ദേ ആർ നോട്ട് ടീച്ചിങ് ചിൽഡ്രൻ ഇലക്ട്രോണിക്സ് കീബോർഡ്. അതുപോലെ ഫ്ലൂട്ട് പഠിപ്പിക്കുന്നു, വയലിൻ പഠിപ്പിക്കുന്നു, ഗിറ്റാർ പഠിപ്പിക്കുന്നു. നോട്ട് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻ്റ് അവർ പഠിപ്പിക്കുന്നില്ല. ഇതുപോലെ സിനിമയ്ക്ക് പോകുമ്പോൾ സിനിമാക്കാർക്കിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് ഇലക്ട്രോണിക്സ് ഒക്കെ ഉപയോഗിക്കാം. ലെറ്റ്സ് TV ഷോയ്ക്കും സിനിമയ്ക്കൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ ഇലക്ട്രോണിക്സ്. അല്ലാതെ ഡേ ടു ഡേ ലൈഫിൽ അവർ പള്ളിയിലൊന്നും ഈ സാധനം കേട്ടില്ല. പള്ളിയിൽ പഴയ ഓർഗനൊക്കെ അതേ വായിക്കുള്ളൂ. നാടകത്തിനൊക്കെ അപ്പോൾ ഓപ്പറയുടെ സമയത്ത് ഇതൊന്നും അവർ ഉപയോഗിക്കില്ല. അവരിപ്പോഴും ട്രഡീഷണൽ വായിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, അപ്പോൾ ഇത്രയും കൊല്ലങ്ങളുടെ ഹാർഡ് വർക്കിലൂടെ നമ്മൾ കൊണ്ടുവന്ന ഒരു ലെവൽ എത്തിച്ചിട്ട് ഇതൊന്നും കൊള്ളില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മതി എന്ന് പറയുന്നതിൽ പരം
മണ്ടത്തരം ലോകത്തിലില്ല. അത് നമ്മളല്ലാതെ ആയിപ്പോവും. പക്ഷെ അങ്ങനെ ആവുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഇപ്പം തന്നെ കാണാമല്ലേ. റീമിക്സസ് അല്ലെങ്കിൽ കവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ട്രെൻഡ് ഉണ്ട്. എന്താണ് റീമിക്സസും കവർ സോങ്സ്. സാറിന്റെ അടക്കം പാട്ടുകൾ അങ്ങനെ വരുന്നത് ശ്രദ്ധിക്കാറുണ്ടോ? 1-2 ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ കൺക്ലൂഷൻ അത് പിള്ളേർ വേണ്ടത്ര ഞാൻ എന്താ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് പോലെ അവർ വായിക്കുന്നു എന്നേ ഉള്ളൂ. അത് ഒരു നിലവാര ഉയർച്ചയല്ല, ഒരു നിലവാര കുറവാണ് ഞാൻ കാണുന്നത്. അവർ പറയുന്ന ഒരു ആർഗ്യുമെന്റ് അത് അവരുടേതായ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ഒറിജിനൽ എന്നുള്ളതാണ്. ഐ ഹാവ് നോ ആർഗ്യുമെൻ്റ് അബൌട്ട് ദാറ്റ്. അസേ ഞാനിപ്പോൾ 1000 കണ്ണുമായി എന്നുള്ള പാട്ടുണ്ടാക്കിയപ്പോൾ ഇങ്ങനെ വേണം, ഇന്ന കോഡിൽ നിന്ന് അങ്ങോട്ട് പോകണം, ഇമോഷൻ കയറ്റി കൊണ്ടുവരണം, വയലിൻ അതിൻ്റെ മുകളിൽ പോയി മുട്ടണം, ഇങ്ങനെയൊക്കെ പല ഡീറ്റെയിൽസും മനസ്സിൽ കണ്ടുകൊണ്ടാണിത് ഉണ്ടാക്കിയത്. ഇതൊന്നും അറിയാതെ ഞാനുണ്ടാക്കിയ ട്യൂൺ എടുത്തിട്ട് അയാൾക്ക് ആ ചെറുപ്പക്കാരന് കഴിയുന്നത് പോലെയുള്ള കോഡ്സ് ഇട്ട് അയാൾക്ക് കഴിയുന്നത് പോലെ ചെയ്തു എന്നല്ലാതെ അതിൻ്റെ അകത്ത് എൻ്റെ വർക്കിനെ പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട പ്രശ്നം ഉദിക്കുന്നില്ല. എവ്രിബഡി ഈസ് ഫ്രീ ടു ഡു വാട്ട് ദേ വാണ്ട്. പക്ഷേ ഇനി ഓമന പേരൊക്കെ പറയുന്ന മണ്ടത്തരമാണ്. ട്രെൻഡ് എന്താണ് കവർ എന്നൊക്കെ. കവർ ആയിക്കഴിഞ്ഞാൽ ചവറെന്നും പറയാം. സാറിന്റെ ഉള്ളിൽ ഇപ്പോഴും ഒരുപാട് സംഗീതം ഉണ്ടല്ലോ. അത് എന്നാ നമ്മൾ അങ്ങനെ ഒരു കൂടുതൽ കേൾക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്നാ ഉണ്ടാവുക? അങ്ങനെയല്ല, ഇപ്പോൾ ഈ എൻ്റെ തലച്ചോറിലിപ്പോൾ ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലും ട്യൂൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഒരു ആവശ്യക്കാരൻ വരുമ്പോഴാണ് നമ്മൾ പിന്നെ അതിൻ്റെ അകത്തേക്ക് പോകുന്നത്. അപ്പോൾ എന്താവശ്യമാണ്? ഇപ്പോൾ ഭജനയാണോ, ഇതൊരു പ്രേമഗാനമാണോ, താരാട്ടാണോ, അല്ലെങ്കിൽ ഒരു ഹാപ്പി സോങ് ആണോ, കോറസ് ആണോ, ഡുവറ്റാണോ, അങ്ങനെയുള്ള പല പല കാറ്റഗറീസിൽ കൂടി പോകുമ്പോൾ നമ്മൾ അവിടെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ തലയിൽ കൂടിയുള്ളതിൽ നിന്ന് എടുത്ത് വെക്കുന്നു, അത്രയേ ഉള്ളൂ. അതാണ് ചോദ്യത്തിൻ്റെ. അല്ല, ഇനി ഇപ്പോഴും ഒരുപാട് സംഗീതം ഉള്ളിൽ കിടക്കുകയാണല്ലോ, ചെയ്യാൻ വേണ്ടി ചെയ്യാൻ കാത്തിരിക്കുന്ന പോലെ കിടക്കുന്നുണ്ട്. ഉണ്ട്. അതിനൊരു അവന്യൂ എന്താണ്? ഇല്ല, അതിന് ആവന്യൂ ഉണ്ടാകണമെങ്കിൽ ഇതൊരു പ്രൊഡ്യൂസർ വരണം. അല്ല, എനിക്ക് എൻ്റെ ഇത് മുഴുവനും ഉണ്ടാക്കാനായിട്ട് എൻ്റെ അടുത്തുള്ള കാശ് മുഴുവൻ ചിലവഴിച്ചിട്ടെല്ലാം ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ട് ആര് കേൾക്കാനാണ്? ദാറ്റ്സ് നോട്ട് എ പ്രാക്ടിക്കൽ തിങ്. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച്, ആവശ്യമനുസരിച്ച് വി ആർ റെഡി ടു പുൾ സംതിങ് ഔട്ട്. പക്ഷേ ബാക്കി അത് തലയിലുണ്ട്. കോംപ്രമൈസുകൾ ചെയ്യാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണോ? എന്ത് കോംപ്രമൈസ്? ഉദാഹരണം പറയൂ. എങ്ങനത്തെ കോംപ്രമൈസ്? സാർ അനലൈസ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നതെന്ന്? ഞാൻ ആലോചിക്കുന്നില്ല. ബിക്കോസ് എനിക്ക് വേറെ ജോലിയൊന്നുമില്ല. ഞാനെപ്പോഴും പാട്ടിലാണ്. ഒരു സ്മോൾ സ്കെയിലാവും. അല്ലാതെ എപ്പോഴും മുകളിൽ കയറി ഞാൻ മഹാഭയങ്കരനാണെന്ന് പറഞ്ഞ് കൊട്ടുഘോഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. സാറിപ്പോൾ മനസ്സിൽ പാടാറുള്ള പാട്ടുകൾ സ്വന്തം പാട്ടുകളാണോ അതോ? അതെ. ചിലപ്പോൾ പഴയ പാട്ടുകൾ ഓർമ്മിക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ നോക്കും, അങ്ങനെയൊക്കെ.